ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, ഇന്ന് നമുക്ക് ഹെയറിൽ എങ്ങനെയാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നതെന്ന് ഒരു വീഡിയോ ഇടാന്ന് കരുതി. നമ്മുടെ മുടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുന്നത്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും നമ്മുടെ മുടിയെ മോയ്സ്ചർ ആക്കാനും നമ്മുടെ മുടിയെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഈ ഹോട്ട് ഓയിൽ മസാജ് നമുക്ക് വീക്കിലി വൺസ് ട്വൈസ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒന്നും സലൂണിൽ പോയി ചെയ്യണം എന്ന് എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. അപ്പൊ നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ട് ഓയിൽ മസാജ് ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പൊ ഹോട്ട് ഓയിൽ മസാജിന് പറ്റിയ കാസ്റ്റർ ഓയില്, അവക്കാഡോ ഓയില്, ഒലിവ് ഓയില്, ജോജോബ ഓയില്, അതെല്ലാം നമുക്ക് ഹോട്ട് ഓയിൽ മസാജിന് പറ്റിയ ഓയിലാണ് കേട്ടോ. നമ്മുടെ ഹെയറിന് എല്ലാം നല്ല ഓയിലാണ്. കോക്കനട്ട് ഓയിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഞാനിവിടെ സ്ഥിരം കാച്ചി തേക്കാറുള്ള എണ്ണയാണ് ഹോട്ട് ഓയിൽ മസാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മളൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഹോട്ട് ഓയിൽ മസാജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയറിന്റെ പോറോസിറ്റി കണ്ടുപിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഏത് ലെവലിലാണ് നമ്മുടെ മുടി ഉള്ളതെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കയറി കാണാം, ഞാൻ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഹൈ പോറോസിറ്റി ഉള്ളവർക്കും ലോ പോറോസിറ്റി ഒക്കെ ഉള്ളവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ചെയ്തു നോക്കുക. എന്തായാലും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നമുക്ക് നേരെ നിന്നിട്ട് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എണ്ണ ഇതാണ് കേട്ടോ. ഞാനിത് നേരത്തെ കാച്ചി വെച്ചിരുന്ന എണ്ണയാണ്. ഞാൻ ഈ ഒരു ബോട്ടിലായിട്ടേ കാച്ചി വെക്കാറുള്ളൂ. ഒരുപാട് കാച്ചി വെച്ചിരുന്നാലും നമുക്കത് കനച്ച് പോകുന്നുണ്ട് ഞാനത് അങ്ങനെ കാച്ചി വെക്കാറില്ല. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള, എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീക്കിലി ട്വൈസ് ഒക്കെ തേച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതുപോലെ ഞാനിവിടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇത് ചൂടാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഒരെണ്ണം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിക്ക് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉള്ള സാധനങ്ങളല്ല നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്, എല്ലാം മുടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ വൈറ്റമിൻ ഇയുടെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അല്ലാതെ ഓയിൽ മാത്രമായിട്ട് തന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുത്താലും മതി. ഇത് ഇട്ടതുകൊണ്ടോ ഇടാത്തതുകൊണ്ടോ വേറൊരു പ്രശ്നവും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഞാനിത് എന്തായാലും എനിക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് വേണം എന്ന് തോന്നിയതുകൊണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പം ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈവച്ച് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂണ് വെച്ചൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടവും മിക്സ് ആവത്തില്ല. അപ്പം നമ്മുടെ കൈവച്ചാവുമ്പം വേഗം തന്നെ അത് മിക്സ് ആയി കിട്ടും. എന്നിട്ട് ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എണ്ണ എടുത്ത പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ആ എണ്ണപ്പാത്രം താഴെ മുട്ടാതെ സൂക്ഷിക്കണം. മുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ ഇരട്ടി ചൂട് കയറി നമുക്ക് വിചാരിക്കുന്നത്ര ഫലം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന മാതിരി നമ്മൾ എടുക്കണം. അപ്പം നമ്മളിവിടെ എണ്ണയൊക്കെ ചൂടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചേക്കുന്നത്. അതിനെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ വെള്ളത്തിനൊരു ചെറിയ ചൂട് കാണും. ഓവർ ചൂടായിട്ട് തലയിലെടുത്ത് തേക്കരുത്. നമ്മൾക്ക് കയ്യിൽ എടുക്കാൻ പറ്റിയ ചൂട് എടുത്ത് നമുക്ക് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നോർമൽ ചൂടേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും ചൂട് ഇല്ലാതെ ഇല്ല, ഒരുപാട് അധികമല്ല, അതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. വെള്ളത്തിനൊരു ചെറു ചൂടുണ്ട്, അതുകൊണ്ട് എണ്ണയ്ക്ക് നമുക്ക് ആ ചൂടോടെ തന്നെ തേക്കാൻ പറ്റും. നമ്മൾ അല്ലാതെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കുറച്ചുകൂടെ കഴിയുമ്പോൾ തണുത്ത് പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ, വൈറ്റമിൻ ഇയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിരിക്കും നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാതെ കോട്ടൺ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മുടെ വിരൽ തുമ്പുകളായിരിക്കും നമ്മുടെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്യാനായാലും അല്ലാതെ എന്ത് കാര്യങ്ങൾ തേക്കാനും കെട്ടിറക്കാനും ഒക്കെ നല്ലത് നമ്മുടെ കൈയുടെ വിരലുകൾ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വിരലുകളാണ് കേട്ടോ യൂസ് ചെയ്യുക. നമുക്ക് ഓരോ മുടി വകഞ്ഞ് മാറ്റി നമുക്ക് തേച്ച് കൊടുക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ എണ്ണയ്ക്ക്, ഒരുപാട് ചൂടില്ല, ചെറിയ ചൂട്. നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോവാൻ
വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ നമ്മൾ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ആ ചൂടുവെള്ളത്തിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. വേഗം തന്നെ എണ്ണയുടെ ചൂട് മാറുന്നത് കൊണ്ട് തന്നെ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ആ ചൂടുവെള്ളത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമുക്കിത് ഹെയറിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന്റെ ഡാമേജ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് മുടിയിൽ ഇത് വലിച്ചെടുക്കും കേട്ടോ വേഗം. ഹെയറിന്റെ തുമ്പത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹെയറിന്റെ തുമ്പത്തെ ഡ്രൈനെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അതുകൊണ്ട് ഹെയറിന്റെ തുമ്പത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിരലിന്റെ തുമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മസാജ് ചെയ്യുക, അല്ലാതെ വലിച്ച് പറിച്ച് എടുക്കരുത്. നമ്മുടെ സ്കാൽപ്പില് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത്. സർക്കുലർ മോഷനിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റോളം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മുടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ ഫുള്ള് കംപ്ലീറ്റ് തിരിച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഹെയർ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അത് അവിടെ ഇരുന്നോട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കുളിക്കാം. അപ്പൊ നിങ്ങൾ ഷാമ്പുവും കണ്ടീഷണറും ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോ, ഒരു പ്രശ്നമില്ല. മൈൽഡ് ആയിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ നാച്ചുറൽ ആയിട്ട് താളി വെച്ച് കഴുകി കളയുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി. തലയിൽ കുറച്ച് എണ്ണ ഇരിക്കുന്നുണ്ട്, പ്രശ്നം ഇല്ലാത്തവർക്കാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പം തലയിൽ എണ്ണ ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് അത് വാഷ് ചെയ്ത് കളയാം. അപ്പം ഇത് വീക്ക്ലി 2 ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് 100% ഷുവറാണ്, ഡാൻഡ്രഫ് പോവും. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ